ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീജാസ് വണ്ടർലാൻഡ്. ഞാനിന്ന് വ്യത്യസ്ത രീതിയിലുള്ളൊരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. ഈ വെറൈറ്റി ടേസ്റ്റിലുള്ള പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിരിക്കുന്നു. നന്നായി പഴുത്ത ഏത്തപ്പഴമായിരിക്കും ഏറ്റവും നല്ലത്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നെയ്യിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നെയ്യിലേക്കിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. തേങ്ങയും പഴവും കൂടി നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നു. 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ ഈ മിക്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചെറു ചൂടോടുകൂടി തന്നെ ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി 1 കപ്പ് മൈദ എടുത്തിരിക്കുന്നു. അതിലേക്ക് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇതായിരിക്കണം ആ മാവിൻ്റെ പരുവം. അധികം കട്ടിയും ആവാൻ പാടില്ല, അധികം വെള്ളം പോലെയും ആകാതെ ആ ബോളുകളെല്ലാം നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന കണക്കിനായിരിക്കണം മാവ് കലക്കിയെടുക്കേണ്ടത്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഈ ബാറ്ററിലേക്ക് മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്കിട്ട് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.